നമസ്കാരം. വീണ്ടും കുത്തി കളക്കാനായിരിക്കും പരിപാടി അല്ലേ? അങ്ങനെയൊന്നും JCB ചെയ്യാൻ പറ്റില്ല. JCB ചെളി മാറ്റാൻ പറ്റും. അപ്പൊ ഇപ്പോഴൊന്നും ഈ റോഡ് ഇടാൻ പറ്റൂല. നിങ്ങൾ ഈ പണി ഇവിടെ നിർത്തി വെച്ചിട്ട് പോകേണ്ടി വരും. മര്യാദയ്ക്ക് പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ പണി ഇവിടെ നിങ്ങൾ നിർത്തി വെച്ചിട്ട് പോകേണ്ടി വരും. നിങ്ങൾക്ക് ഒരു കോപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. എൻ്റെ പൊന്നോ, എന്തൊരു അഭിനയം! ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ടല്ലേ. സംഗതി എന്താണെന്നറിയോ? കഴക്കൂട്ടം മണ്ഡലത്തിൽ, അതായത് കടകംപള്ളി MLA ആണ്, കടകംപള്ളി സുരേന്ദ്രൻ MLA ആണത്. അവിടെ ചില പ്രദേശങ്ങളിൽ ഈ ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡിൻ്റെ സൈഡൊക്കെ പൊളിച്ചിട്ട് അവിടെ പൈപ്പ് ഇടുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഈ 4.5 വർഷമായിട്ട് അദ്ദേഹം ഉറക്കമായിരുന്നു തോന്നുന്നു, കോമയിലായിരുന്നു തോന്നുന്നു. ഇപ്പോഴാണ് ചാടി എണീറ്റ് നേരെ അങ്ങോട്ടൊക്കെ ചെന്ന് ഈ പണി എത്രയും പെട്ടെന്ന് തീർക്കണം, ഈ റോഡ് പണി ഇങ്ങനെ ഇട്ടാൽ ശരിയാവില്ല, ഞാൻ അങ്ങനെ ചെയ്ത് കളയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർത്തിയിട്ട് പോകേണ്ട വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അങ്ങ് കണ്ടമാനം ഫയർ ചെയ്യുകയാണ് ആൾ. നമുക്ക് കാണുമ്പം ഭയങ്കര ഒറിജിനാലിറ്റിയൊക്കെ തോന്നും. പക്ഷേ സൂക്ഷിച്ചൊന്ന് നോക്കിയേ, അദ്ദേഹത്തിൻ്റെ ഷർട്ടിനകത്ത് ഇവിടോട്ട് നോക്കാമെങ്കിൽ ഞാൻ വെച്ചിരിക്കുന്ന കണക്ക് വേറൊരു ടൈപ്പ് മൈക്ക് വെച്ചിട്ടുണ്ട്. ഏതോ ഒരു ചാനലുകാരുമായിട്ട് പോയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഒരുപക്ഷേ ആ പണിയുന്നവരും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും. ഇനി യഥാർത്ഥത്തിൽ പണിയുന്നവരാണോ എന്നറിയില്ല. ഒരുപക്ഷേ ഈ പണിസ്ഥലത്ത് പോയിട്ട് സഹാക്കളെയൊക്കെ നിർത്തിയിട്ട് ഉള്ള അഭ്യാസമായിരിക്കാം. ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത്, ഈ 2025 എന്തിനാണ് ഈ എക്സ് മിനിസ്റ്ററെ ഇത്തരം അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത്? ഇവിടെ മൈക്കും വെച്ചിട്ട് ക്യാമറയെ ഷൂട്ടും ചെയ്തിട്ടാണോ ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്? അപ്പം മറ്റാരെങ്കിലും മൊബൈലിൽ പിടിക്കുന്നതാണെങ്കിൽ ഒക്കെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ സാധാരണ ചാനൽ ക്യാമറകളും മൈക്കും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം പോയിട്ട് ഇത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും സ്വാഭാവികമായിട്ട്. ഇത് വളരെ പ്ലാൻ ചെയ്ത പരിപാടിയാണെന്ന് ഇത് കണ്ട ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി അതൊക്കെ പോട്ടെ, ശബരിമലയിലെ ഈ സ്വർണ്ണ കൊള്ള അന്വേഷിക്കുന്ന SIT ടീം ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ അടുത്ത ആഴ്ച ജയിലിൽ പോകേണ്ട മുതലാണിത്. അതിനു മുമ്പേ ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറി 10 ചീത്ത വിളിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ച് ചെയ്യുന്ന പരിപാടിയാണോ എന്നറിയില്ല. എന്തായാലും കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഈ മഹാനെ പറ്റി വലിയ വാർത്തയോ ഒന്നും നമുക്കില്ലായിരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹം മന്ത്രിയായിട്ടൊക്കെ ഇരുന്ന വ്യക്തിയാണ്. അതിനുശേഷം ഇത്തവണ അദ്ദേഹത്തിൻ്റെ പ്രകടന മികവുകൊണ്ടായിരിക്കാം പിണറായി വീണ്ടും അദ്ദേഹത്തിനെ മന്ത്രിയാക്കിയില്ല. ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശബരിമല ഈ സ്വർണ്ണക്കൊള്ളയും തുടർന്നുള്ള അന്വേഷണവും ഇനി അറസ്റ്റ് ചെയ്യുന്നത് കടകംപള്ളി സുരേന്ദ്രനെയാണ് എന്നുള്ള തരത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വലിയ ജനസേവ തൽപരനാണ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ അഭ്യാസം. അടുത്ത വർഷത്തെ എന്തായാലും ഏറ്റവും മികച്ച നടനുള്ള അവാർഡിന് മമ്മൂട്ടി, മോഹൻലാലും മറ്റുള്ളവരാരും ഇനി മത്സരിക്കേണ്ട, അത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ കൊണ്ടുപോകുന്ന എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം അത്രയും മികച്ച അഭിനയമാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചത്. പിന്നെ ഇവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവരുടെ വേറെ സുനീഷ് എന്ന് പറഞ്ഞ ഒരു സജേഷ് എന്ന് അങ്ങനെ എന്തോ പേരുള്ള ഒരു ചൊട്ട നേതാവ് കൂടെ ഇവരുടെ കൂടെ ഉണ്ട്. അയാൾ ഇത് കണക്ക് പാടത്ത് പോയിട്ട് കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആളുകൾ അങ്ങോട്ട് വരുന്നു, സജേഷേ പാടത്ത് നിൽക്കുകയാണോ? അതെ, ഞങ്ങൾ കൊയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്നും വളരെ സ്വാഭാവികമായ രീതിയിലുള്ള അഭിനയമായിരുന്നു. പക്ഷേ അതും പൊളിയുകയുണ്ടായി. കാരണം ഈ മഹാൻ അന്നും ഇതേപോലെ ഒരു മൈക്ക് ഇവിടെ കുത്തി വെച്ചിരുന്നു. എന്നിട്ടായിരുന്നു ഈ ഡയലോഗുകൾ മൊത്തം അടിച്ചുകൊണ്ട്. ഇത് കാണുമ്പോൾ സുരേന്ദ്രൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ തന്നെ കാണുമ്പോൾ നമുക്കറിയാം, ഇന്ന് ഈ വായുടെ തൊട്ടടുത്തായിട്ട് മൈക്ക് വെച്ചെങ്കിൽ മാത്രമേ ആ ഒരു വോയിസ് നമുക്ക് കിട്ടത്തുള്ളൂ. അത്രയും ക്ലോസ് ആയിട്ടുള്ള മൈക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് അത്രയും ഒച്ചത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ആ ക്യാമറ പിടിച്ചിരിക്കുന്ന ആ സംഗതി വെച്ച്, ആ ഡിസ്റ്റൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും ഒച്ചയിൽ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ മൈക്ക് തൊട്ടടുത്തുള്ളതുകൊണ്ടാണ് അത്രയും വ്യക്തമായിട്ടും ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതും ഈ 2025 പോലും ഇതുപോലുള്ള ഉഡായിപ്പ് പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ഇവറ്റകളുടെ തൊലിക്കെട്ടി സമ്മതിച്ച് തന്നെ കൊടുക്കണം. അല്ലാതെ ഇപ്പോൾ ഇതിനൊക്കെ കൂടുതൽ എന്ത് പറയാനാണ്?